ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ ആവേശമായി യുഡിഎഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷ്. മണ്ഡലത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ സ്ഥാനാർത്ഥിക്ക് പ്രൗഢഗംഭീരമായ സ്വീകരണം. യുഡിഎഫ് അധികാരത്തിലേറും. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ജനങ്ങൾ വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിപ്പിക്കുമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. അയ്മനം, തിരുവാർപ്പ്, കുമരകം പഞ്ചായത്തുകളിലെ വിവിധയിടങ്ങളിൽ യുഡിഎഫ് സ്ഥാനാർത്ഥി പര്യടനം നടത്തി. പടിഞ്ഞാറൻ മേഖലയിലെ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥിക്ക് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ഊഷ്മളമായ സ്വീകരണമാണ് ഒരുക്കിയത്. നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ യുഡിഎഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു സ്ഥാനാർത്ഥിയുടെ പര്യടനം. ഐക്യജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ സാരഥി നാട്ടകം സുരേഷ് ഇതാ കടന്നു വരികയാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ യുഡിഎഫ് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും സർക്കാരിന്റെ വികസന മുരടിപ്പിനെതിരെയുള്ള ജനവിധിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ല. എംഎൽഎയും മന്ത്രിയുമായ VN വാസവൻ 4800 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് പറയുമ്പോഴും മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തുകളും കയറിയിറങ്ങി പ്രചരണം നടത്തിയപ്പോൾ അടച്ചുറപ്പുള്ള പാലമോ സഞ്ചാരയോഗ്യമായ റോഡുകളോ ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ലെന്നും ഒരു മഴ പെയ്താൽ ഈ പ്രദേശമാകെ വെള്ളത്തിനടിയിലാകുമെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. നാടിന്റെ സമഗ്രമായ വികസനത്തിന് യുഡിഎഫ് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഏറ്റുമാനൂർ മണ്ഡലത്തിലും പുതിയ വികസന കാഴ്ചപ്പാടുകൾ മുൻനിർത്തി പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. വികസന പദ്ധതികളെല്ലാം കൂടിയാലോചന നടത്തി നടപ്പിലാക്കുമെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. ഓരോ പഞ്ചായത്തുകളിലൂടെ കടന്നു വരികയാണ്. കടന്നു വരുന്ന വഴിക്കാരങ്ങളിൽ നൂറുകണക്കിന് സേവനമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അവയ്ക്കൊക്കെ ഓരോ പഞ്ചായത്തും എടുത്താൽ ഇവിടെ ഒരു വികസനവും കഴിഞ്ഞ 5 വർഷക്കാലമായി നടന്നിട്ടില്ലെന്ന് വ്യക്തമാവും. നല്ല പാലങ്ങളില്ല, നല്ല റോഡുകളില്ല, ഒരു അടിസ്ഥാന ഭൗതിക മേഖലകളിൽ ഒരു വികസനം നടക്കാത്ത ഒരു പ്രദേശമാണ് ഈ പ്രദേശം. ഞങ്ങള് ഇവിടുത്തെ MLA വെല്ലുവിളിച്ചു. MLA പറഞ്ഞു 4500 കോടി രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിയെന്ന് പറഞ്ഞു. ഞങ്ങൾ വെല്ലുവിളിച്ചു, അതെവിടെയാണെന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. എവിടെയാണ് ചെയ്തതെന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞു. ചൂണ്ടിക്കാണിക്കാൻ ഒന്നും തന്നെ ഇല്ല. അപ്പോ രണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളത്തിനടിയിലാണ് ഈ പ്രദേശമെല്ലാം. അതിനൊക്കെ പരിഹാരം ഉണ്ടാവണം. അതിനൊക്കെ നിരവധിയായ പദ്ധതികൾ ആവിഷ്കരിക്കാനായിട്ട് കഴിയും. പക്ഷെ അതൊന്നും ചെയ്യാതെ വലിയതായും വർത്തമാനം പറഞ്ഞ് നടക്കുക മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാടിന്റെ സമഗ്ര വികസന രംഗത്ത് ഞങ്ങൾക്ക് പദ്ധതികളും പരിപാടികളും ഉണ്ട്. ഞങ്ങളത് i4 ന്യൂസ് ഏറ്റുമാനൂർ.